ഒരു കൗൺസിലിംഗ് അനുഭവം ഷെയർ ചെയ്യുവാണേ. കഴിഞ്ഞ ആഴ്ച 3 പെൺകുട്ടികളുള്ള ഒരു വീട്ടിലെ ഏറ്റവും ഇളയ പെൺകുട്ടി കൗൺസിലിങ്ങിനായി കടന്നു വന്നു. നല്ല മിടുക്കി പെൺകുട്ടി കേട്ടോ. മറ്റ് 2 സഹോദരിമാരെ അപേക്ഷിച്ച് വളരെ ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ശമ്പളമുള്ള ജോലിയുമാണ് ഈ കുട്ടിക്കുള്ളത്. പക്ഷേ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലിക്ക് പ്രവേശിച്ച കുട്ടിക്ക് 1-2 ചെറിയ തെറ്റുകൾ ആ ജോലിയിൽ സംഭവിച്ചപ്പോഴേക്കും ആകെ അപകർഷതാബോധവും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് മറ്റുള്ളവരെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്നെക്കൊണ്ട് ഇത് സാധിച്ചില്ലല്ലോ, ആകെ ഡൗൺ ആയിപ്പോയി. മാത്രമല്ല ശരീരത്തിലെ വിറയൽ, പിന്നെ തീരെ കോൺഫിഡൻസ് ഇല്ലായ്മ, പിന്നെ വയറിളക്കം തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾ വരികയും ചെയ്തു. ഇതെല്ലാമായിട്ട് ലീവ് എടുത്ത് വീട്ടിൽ പോകുന്നതാണ് കേട്ടോ. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചു. ഞാൻ എപ്പോഴും എൻ്റെ സഹോദരിമാരുമായിട്ട് എന്നെ തന്നെ താരതമ്യം ചെയ്യും. അവർക്ക് ഇതിൽ നല്ല സുഖമുള്ള ജോലിയാണല്ലോ കിട്ടിയിരിക്കുന്നത്, അവരെന്നെക്കായാലും മിടുക്കരാണല്ലോ, ഇങ്ങനെയെല്ലാമുള്ള ചിന്തയാണ്. എൻ്റെ അപ്പിയറൻസ് അവരുടേതുമായിട്ട് നോക്കുമ്പോൾ ഞാൻ അത്ര നല്ലയാളല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വല്ലാത്ത അപകർഷതാബോധത്തിൽപ്പെട്ട് ഉള്ള ജോലി കൂടെ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഈ കുട്ടിയെ കണ്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു. അവസാനം നമുക്കുള്ള പ്രത്യേകതകൾ വേറൊരാളുമായിട്ട് എന്തോ ഒരു വ്യത്യാസമുണ്ട്, നമുക്കുള്ള പ്ലസ് പോയിൻറ്റ്സ് എല്ലാം നോക്കി അതനുസരിച്ച് തനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, താൻ എന്തിനാണ് പ്രൊഫഷൻ മാറുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ തീർച്ചയായും ഈ കുട്ടി പറയുകയാണ്, എനിക്കത് സാധിക്കും മാഡം, ഞാനത് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു ഇത്ര നാളും കുഴപ്പം പറ്റിയത്? 1 എൻ്റെ അപകർഷതാബോധം, 2 ഞാൻ എന്നെ തന്നെ പലരുമായിട്ട് താരതമ്യം ചെയ്യുന്നത്, ഞാൻ അത് ഇന്നത്തോടെ നിർത്തി മാഡം. വളരെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് കുട്ടി ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് ഏറെ സന്തോഷം തോന്നി കേട്ടോ. മാതാപിതാക്കൾ ദീർഘനിശ്വാസം വിടുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. വളരെ പ്രശ്നത്തിലാണ്, ഇനി ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ ആൾ ഏറെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ പോയി. അപ്പോൾ നമ്മുടെ അപകർഷതാബോധം എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാമല്ലോ അല്ലേ, മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യാതെ മുന്നോട്ട് പോകാമല്ലോ. നമ്മുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ അവിടെ പ്രകടമാകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കട്ടെ. അങ്ങനെയാണല്ലോ അല്ലേ? ഓക്കെ.